ഇനിയിപ്പോൾ വേറൊന്നും പറയാനൊന്നുമില്ല. സന്തോഷം കണ്ടേല്. അടുത്തതായി വിജയലക്ഷ്മി ടീച്ചറെയാണ് ആദരിക്കേണ്ടത്. ടീച്ചർ എത്തിയിട്ടില്ല. അപ്പോൾ ടീച്ചർക്കുള്ള ആദരം വാങ്ങുന്നതിന് നമ്മുടെ ഈ സ്കൂളിലെ തന്നെ ടീച്ചറായ സിന്ധു ടീച്ചറെ സിന്ധു പോകാൻ വരട്ടെ. മേദിനി ടീച്ചർക്കുള്ളത് കൂടി കൊടുക്കേണ്ടതാണ്. മേദിനി ടീച്ചറും എത്തിയിട്ടില്ല. പത്മ ടീച്ചർ സ്വന്തം മക്കളോട് 2 വാക്ക് സംസാരിക്കുന്നതാണ്. അവതരണ ഭംഗിയും സ്വീകരണ ചാരുതയും ഒക്കെ ഇതിനു മുമ്പില്ലാത്തതാണ്. കഴിഞ്ഞ ഒരു ബാച്ചിന്റെ ഈ കൂടി ചേരലും കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിന് മുമ്പ് ഉണ്ടായിട്ടില്ല അങ്ങനെയൊന്ന്, ഇനി ഒരിക്കലും ഉണ്ടാവൂല. പക്ഷെ ഇന്ന് അതിനെ പോലും ഞെട്ടിച്ചു കളഞ്ഞു നിങ്ങളെ. വല്ലാതെ സന്തോഷം. പിന്നെ പ്രവാസികൾ ഒരുപാടുള്ളൊരു ബാച്ചാണെന്ന് കേട്ടുകേഴ്വി ഉണ്ട്, ഇപ്പൊ കണ്ടപ്പോഴും മനസ്സിലാവുന്നു. അപ്പൊ സാമ്പത്തിക സ്രോതസ് ഇഷ്ടം പോലെ ഉണ്ട് ചെലവാക്കാൻ. അതുകൊണ്ട് ഇപ്പൊ ഗോപി പറഞ്ഞ പോലെ സ്കൂളിലേക്ക് നല്ല ഒരു സഹായം ചെയ്തിട്ട് വേണം, അല്ലെങ്കിൽ അതൊന്ന് തീരുമാനിച്ചിട്ട് വേണം ഇവിടുന്ന് പോവാൻ. സാമ്പത്തികമൊക്കെ സ്കൂളിലേക്ക് നിങ്ങളുടെ അനന്തര തലമുറയ്ക്ക് കൈമാറി പോവുക. പിന്നെ എന്താണ് എനിക്കിപ്പോ സന്തോഷം തോന്നിയത്, ഇവിടെ പരീക്ഷണ നിരീക്ഷണങ്ങളില്ല. നമ്മുടെ ഈ ലോകത്ത് പരീക്ഷണ നിരീക്ഷണങ്ങൾ ഇല്ലാത്തതുകൊണ്ട് സംസാരത്തിലൂടെയാണ് നിങ്ങളുടെ കഴിവ് ഇപ്പോൾ പുറത്തു വന്നത്. അപ്പൊ എനിക്ക് നല്ല അഭിമാനം തോന്നുന്നുണ്ട്. മലയാള ഭാഷയിൽ നിങ്ങളൊക്കെ പ്രവാസികളായാലും നാട്ടിലുള്ളവരായാലും സൂപ്പർ. അവതരിപ്പിച്ച രീതി, ഭാഷാ പ്രയോഗം വലിയ കാര്യമായി തെറ്റൊന്നും വരുത്തില്ല, ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ കൊള്ളാം, നന്നായിട്ടുണ്ട്. അടുത്തതായി കാട്ടേൻ ടീച്ചറെ ആദരിക്കുന്ന ചടങ്ങ്. ടീച്ചറെ 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. വേദിയിലെ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, സദസ്സിലെ 89-90 ബാച്ചിലെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ തന്നെയാണ്. ഈ സംഗമം 89-90 ബാച്ചിലെ ഈ സംഗമത്തിൽ പങ്കെടുക്കാനും ഞങ്ങളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് നിങ്ങളൊരു സംഗമം സംഘടിപ്പിച്ചതിലുള്ള ആ സന്തോഷം ആദ്യമായിട്ട് പങ്കുവയ്ക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ബന്ധം പുതുക്കാൻ പുതിയ മാധ്യമങ്ങളൊക്കെ അല്ലെങ്കിൽ വാട്സപ്പ്, ഫേസ്ബുക്ക് ഒക്കെ ഉണ്ടെങ്കിലും ഞങ്ങളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് നല്ലൊരു ആ ബന്ധം പുതുക്കുന്നതിലുള്ള അതിൻ്റെ സംഘാടകരോടുള്ള നന്ദിയും എല്ലാവരോടും, ഈ ബാച്ചിലെ എല്ലാവരോടുള്ള നന്ദി ഒന്നുകൂടി അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ പൂർവ്വ വിദ്യാർത്ഥികളെ, നിങ്ങൾ എന്ത് നിലയിലാണ്, എന്താണ് ഇപ്പോൾ നിങ്ങളുടെ കുടുംബം എന്നൊക്കെ അറിയാൻ വളരെയധികം ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു സെഷൻ ഇവിടെ ഉണ്ട് എന്നുള്ളത് കേട്ടു, സന്തോഷം. എന്തായാലും നിങ്ങൾ നല്ലൊരു ബാച്ചായിരുന്നു എന്നിപ്പോൾ നിങ്ങളെല്ലാവരെയും കണ്ടപ്പോൾ ഓർമ്മ വരികയാണ്. എല്ലാവരും അത് ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്, പിന്നെ പ്രവാസികളായിട്ട് ഒരുപാട് പമേരി, നോഷ്നി, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. എല്ലാവരെയും കാണുമ്പോൾ തന്നെ നിങ്ങളുടെ ഈ ബാച്ചിൻ്റെ ആ മഹത്വം മനസ്സിലാക്കുകയാണ്. ആദ്യം ഇങ്ങനെ ഓർത്തു, ഇപ്പോൾ പ്രവീന്ദും അജിയൊക്കെ വന്നിട്ട് ക്ഷണിച്ചപ്പോൾ ഏതാണ് ഈ ബാച്ച് എന്നുള്ളത് കൃത്യമായി കിട്ടിയിരുന്നില്ല. നല്ലൊരു ബാച്ച് ഓർമ്മ വരികയാണ്. എന്തായാലും നിങ്ങൾ വിദ്യാലയവുമായിട്ടുള്ള ഈ ബന്ധം എന്നും നിലനിർത്തണം. പൂർവ്വ വിദ്യാർത്ഥികളാണ് സ്കൂളിൻ്റെ ശക്തി. തീർച്ചയായിട്ടും ഇവിടുത്തെ എന്ത് പ്രവർത്തനങ്ങളിലും മാനേജ്മെന്റിന്റെ ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് ഇവിടെ എന്ത് നടക്കുന്ന പ്രവർത്തനങ്ങളിലും പൂർണ്ണമായ പിന്തുണ ഞങ്ങൾക്ക് നിങ്ങളിൽ നിന്നുണ്ടാകണം. അത് പറയാനും കൂടി അവസരം ഉപയോഗിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പുതിയ തലമുറ ഒരുപാട് പ്രലോഭനങ്ങളിൽ പെട്ടുകൊണ്ട് മോശമായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് അവരെ നന്നാക്കി എടുക്കാൻ
എന്തെങ്കിലും തരത്തിലുള്ള ക്ലാസ്സുകളോ എന്തെങ്കിലും കൗൺസിലിംഗ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് അതിനുള്ള അവസരം ഇവിടുത്തെ എച്ച്എമ്മും അധ്യാപകർക്കും ഉണ്ടാക്കുമെന്നുള്ളതും ഉറപ്പ് തരികയാണ്. അപ്പോൾ നിങ്ങൾ അതിനുകൂടി ഒരു മുൻകൈ എടുത്തുകൊണ്ട് നിങ്ങളുടെ ആ ഭാവി തലമുറയെ നേരിടാനുള്ള ഒരു ശ്രമം കൂടി ഈ സംഗമത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണമെന്ന് അറിയിക്കുകയാണ്. എന്നും സ്കൂളിനോടുള്ള ഈ ബന്ധം നിലനിർത്തണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും ഞാനൊന്ന് പാടിക്കൊണ്ട് നേരെയാണ്. നന്മകൾ നേരുന്നു ഞാൻ മക്കളെ, നന്മകൾ നേരുന്നു ഞാൻ, എവിടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും നന്മകൾ നേരുന്നു ഞാൻ മക്കളെ, നന്മകൾ നേരുന്നു. നല്ലൊരു കൈകൊണ്ടെടുക്കാം ഈ നേതൃത്വത്തിൽ. അടുത്തതായി വസുന്ധരാദേവി ടീച്ചറെ ആദരിക്കുന്ന ചടങ്ങാണ്. ടീച്ചറെ 2 വാക്ക് സംസാരിക്കും. വേദിയിലെ എൻ്റെ ബഹുമാനപ്പെട്ട അധ്യാപകരെ, സഹപ്രവർത്തക അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് എന്നെ ഓർമ്മിച്ച് ഈ സംഗമ വേദിയിലേക്ക് അല്ലെങ്കിൽ ഈ സൗഹൃദ വിരുന്നിലേക്ക് ക്ഷണിച്ച നിങ്ങളെ പൂർവ്വ വിദ്യാർത്ഥികളെ, 89-90 ബാച്ചിലെ എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളോടും പ്രത്യേകിച്ചും സംഘാടകരോടും അകപഴിഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. എന്തായാലും നിങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഈ ശ്രേഷ്ഠമായ ഗുരുശിഷ്യ ബന്ധം, അതിൻ്റെ മഹാത്മ്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾക്കത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചു. ആ പ്രത്യേക തരത്തിലുള്ള തിരിച്ചറിവാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടിയാലും ഒരു ദിവസം നിങ്ങൾക്ക് ഇതിനു വേണ്ടിയിട്ട് ഒരു സൗഹൃദ സംഗമത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ ഈ തിരക്കുപെട്ട ജീവിതത്തിലും നിങ്ങൾക്ക് സാധിച്ചത്. അതിന് നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ആ തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ എന്നാണ് എൻ്റെ വിചാരം. നിങ്ങൾക്ക് ഇനി വരും കൊച്ചു തലമുറകൾക്ക് ഈ തരത്തിലുള്ള സംഗമവേദികൾക്കുള്ള പ്രചോദനം ഉണ്ടാവുമോ നമുക്ക് പറയാൻ പറ്റില്ല, പ്രവചിക്കാൻ പറ്റില്ല. അത്തരത്തിലാണ് കാര്യങ്ങളെല്ലാം നീണ്ടുപോകുന്നത്. ഈ സംഗമം കൊണ്ട് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട എൻ്റെ അധ്യാപകരെ ആരൊക്കെയെന്ന് ചോദിച്ചാൽ ലീലാവതി ടീച്ചറ്, രാമൻകുട്ടി മാഷ്, ലീല ടീച്ചർ, ബാക്കി എല്ലാവരും എൻ്റെ സഹപ്രവർത്തകർ, പിന്നെ മാനേജർ, സ്കൂൾ മാനേജർ, എനിക്ക് ഈ സ്കൂളിൽ ജോലി ചെയ്യുന്ന മാനേജർ, അവരെ എനിക്ക് മറക്കാൻ പറ്റില്ല. അവരെയൊക്കെ കാണാനും നിങ്ങളെ പ്രത്യേകിച്ചും കാണാൻ പൂർവ്വ വിദ്യാർത്ഥികളെ അന്ന് കണ്ടതാണ്. നിങ്ങൾ കുറേ പേരെ ഞാൻ കാണാറുണ്ട്. അപ്പം അങ്ങനെ നിങ്ങളെ കാണാനും കുറച്ച് സമയം നിങ്ങളുടെ കൂടെ ചെലവഴിക്കാനും എനിക്കൊരു ഭാഗ്യം കിട്ടി. അത് വളരെയധികം സന്തോഷിക്കുന്നു. നിങ്ങളെ ശ്രമത്തിന് ഞാൻ പിന്നെയും നന്ദി പറയുന്നു. അതുപോലെ നിങ്ങൾക്കും തന്നെ നിങ്ങളുടെ സഹപാഠികളെ കാണാൻ പറ്റി. നിങ്ങളെ നന്മയിലേക്ക് നയിച്ചു ഞങ്ങളെ നിങ്ങൾ പറയുന്നുണ്ട്. അത് ഞങ്ങളെ സഹായിച്ചു എന്ന് പറയുന്നു. അത് കേട്ടതിൽ അതിലേറെ സന്തോഷം. അങ്ങനെയുള്ള അധ്യാപകരെ നിങ്ങൾക്ക് ആദരിക്കാനും കാണാനുള്ള അവസരവും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായി. ഇനി എന്താ പറയാനുള്ളത് വെച്ചാൽ ഈ സൗഹൃദ ബന്ധം നിങ്ങൾ വിദ്യാർത്ഥികൾ തമ്മിലുള്ളത് നിലനിർത്തണം. കാരുണ്യം അറിയിക്കുന്ന കുട്ടികൾ നിങ്ങളുടെ ഇടയിലുണ്ടാവും. അവർക്ക് വേണ്ട സഹായങ്ങൾ നിങ്ങൾ അറിഞ്ഞ് ചെയ്തു കൊടുക്കണം. സ്കൂളിലേക്ക് നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും അത് നമുക്ക് മനസ്സറിഞ്ഞ് നമുക്ക് ചെയ്യാൻ തയ്യാറാവണം. ഇനി കൂടുതലൊന്നും പറയാനില്ല. സന്തോഷം. ഈ സന്തോഷം എല്ലാ കാലത്തും നിലനിൽക്കും. ഓരോ വേദികൾ കഴിയുമ്പോഴും ഇങ്ങനെ ഓർത്തു പോകും, ഓ അന്ന് നമ്മളെ ഇവരെയൊക്കെ കണ്ടു കുട്ടികളെ, എന്തൊരു സന്തോഷമാണെന്നറിയില്ല. ഇപ്പോഴും ഈ സന്തോഷം എൻ്റെ ജീവിതകാലം മുഴുവനും നിങ്ങൾക്കും എനിക്കും ഉണ്ടാവും. അതുകൊണ്ട് ആരോഗ്യത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന കാലങ്ങളിൽ അല്ലെങ്കിൽ പ്രായമാകുമ്പോൾ ഉള്ള ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം. ആരോഗ്യമാണ് നമ്മുടെ സമ്പത്ത്. എന്ത് നമുക്ക് ധനശേഷി ഉണ്ടായിട്ടും കാര്യമില്ല. ഈ ആരോഗ്യ കാര്യത്തിൽ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഭാവങ്ങൾ നേരുന്നു. നല്ലൊരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സർവ്വവിധ ഐശ്വര്യങ്ങളും എല്ലാതും ഞാൻ അനുഗ്രഹങ്ങളും നേരുന്നു. അതിന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ എൻ്റെ ഗുരുനാഥന്മാർക്കും എൻ്റെ സഹപ്രവർത്തകർക്കും നല്ലൊരു ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മനസ്സാ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ടീച്ചർ. താങ്ക് യു. അടുത്തതായി രാധ ടീച്ചറെ ആദരിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു.
രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, അതുപോലെ സ്കൂൾ മാനേജർ, എൻ്റെ സഹപ്രവർത്തകർ, എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇങ്ങനെ 89-90 ബാച്ചിലെ നല്ല വിദ്യാർത്ഥികളുടെ ഈ സംഗമം സംഘടിപ്പിച്ച സംഘാടകർക്ക് എൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ. ഞങ്ങൾക്ക് കുട്ടികൾ ആദ്യമായി അനുജ ഫോണിലൂടെ വിളിച്ചു പറഞ്ഞു. അതിനുശേഷം ആ ക്ഷണം തന്നെ ധാരാളമാണ്. എങ്കിലും അവർ 2-3 പേരെ വീട്ടിൽ വന്ന് പ്രത്യേകം ക്ഷണിക്കുമ്പോഴുണ്ടായ ആ സന്തോഷം എത്രയാണെന്ന് പറയുകയ്യ. എന്തായാലും നിങ്ങളെല്ലാവരെയും 10-27 കൊല്ലങ്ങൾക്ക് ശേഷം ഇങ്ങനെ ക്ലാസ് മുറിയിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും കുട്ടികളെയും എല്ലാവരെയും കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എല്ലാവരെയും പരിചയപ്പെടുത്തിയാൽ നന്നായിരിക്കും. അതിനുള്ള സെക്ഷൻ ഉച്ചയ്ക്ക് ശേഷമാണെന്ന് തോന്നുന്നു. എന്തായാലും ഇന്നിപ്പോൾ ഞായറാഴ്ചയാണെങ്കിലും പല ടീച്ചേഴ്സിനും പല തിരക്കുകൾ കാരണമാണ് എത്താത്തത്. പിന്നെ ദേഹാസ്വസ്ഥതകൾ ഉണ്ടായിരിക്കാം. എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ നല്ലവരായ കുട്ടികളെ, നമുക്ക് എല്ലായ്പ്പോഴും നമ്മുടെ മനസ്സിൽ സ്നേഹവും ബഹുമാനവും ആദരവും നമ്മളുടെ നാട്ടിലുള്ള ജനങ്ങളോടും അവരുടെ സ്നേഹം, അതുപോലെ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ, മറ്റുള്ളവരുടെ ദുഃഖത്തിൽ നമ്മൾ മനസ്സിൽ ആ ഒരു അനുഭവം, അങ്ങനെ ചുറ്റുപാടും നോക്കിക്കണ്ട് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എല്ലാവർക്കും നന്ദി. നമ്മുടെ സ്വന്തം സ്കൂളിൻ്റെ മാനേജറെ ഈ വേദിയിലേക്ക് ആദരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ഉണ്ണിയേട്ട രണ്ട് വാക്ക് സംസാരിക്കും. വേദിയിലെ അധ്യാപകരെ തന്നെ വിളിക്കട്ടെ. പിന്നെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ തന്നെ ഇപ്പോൾ പറയുള്ളൂ, വിദ്യാർത്ഥികളെ പറയുന്നത് ശരിയല്ല എന്നുള്ള തോന്നലുകൊണ്ടാണ്. ഏതായാലും ഇങ്ങനെ ഒരു ഉഗ്രൻ സംഗമം ഇവിടെ സംഘടിപ്പിച്ചത് 1.5 വർഷത്തെ അശ്രാന്ത പരിശ്രമം കൊണ്ടാണ്. അത് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നമ്മുടെ സജീവ് വിളിക്കാറുണ്ട്. അപ്പോൾ അതിനിടയിൽ ചെറിയൊരു കൺഫ്യൂഷൻ വന്നു. വേറൊരു ബാച്ചുകാര് ഇവിടെ ഇന്ന് വേണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, അയ്യോ ദയവേത് ഉണ്ണിയേട്ടാ, അത് ഇതാക്കരുത്, ഫോറിൽ നിന്നൊക്കെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്, അവരൊക്കെ ബുക്ക് ചെയ്തിരിക്കുന്നു ടിക്കറ്റ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ പറഞ്ഞു ഒട്ടും ഭയപ്പെടണ്ട, നിങ്ങളുടെ തന്നെ നടക്കും, അതിൽ യാതൊരു വ്യത്യാസമില്ല എന്ന് പറഞ്ഞിരുന്നു. അവർ വളരെ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ എല്ലാവർക്കും ഇങ്ങനെ ഒരു സംഗമം സംഘടിപ്പിച്ചതിൽ ആദ്യമായി എല്ലാവിധ അനുമോദനങ്ങളും ആശംസകളും അർപ്പിക്കുകയാണ്. പിന്നെ കൂടാതെ ഇപ്പോൾ മുമ്പത്തെ മാതിരി അല്ല സ്ഥിതി. കാരണം ഇപ്പോൾ നമ്മുടെ വിദ്യാലയം നിങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഹൈസ്കൂളാണ്, പക്ഷെ ഇപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളായി വളർന്നു. ഇപ്പോഴത്തെ കുട്ടികൾ, പുതിയ ന്യൂ ജനറേഷൻ പഴയ കുട്ടികളെ മാതിരി അല്ല, വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ അവരെയെല്ലാം നേർവഴിക്ക് കൊണ്ടുവരാനും അവർക്ക് വല്ല കൗൺസിലിങ്ങോ അവർക്ക് ഉപദേശങ്ങളൊക്കെ കൊടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിവുള്ളവരാണ്. ആ വക സന്ദർഭങ്ങൾ നിങ്ങൾ മാക്സിമം ഉപയോഗിച്ച് ഈ സ്ഥാപനത്തിനെ ഇനിയും ഉന്നതിയിലേക്ക് എത്തിക്കുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. കൂടാതെ ഈ വർഷം പുതിയത് പ്രകാരം നമ്മുടെ ക്ലാസ് റൂമൊക്കെ ഡിജിറ്റൽ ക്ലാസ് റൂമാക്കി മാറ്റുകയാണ്. ഈ ഹാളില്ല, അവിടുത്തെ 3 നില, ആ ജൂബിലി മണ്ഡപം, പിന്നെ ഹയർ സെക്കൻഡറി, അതേപോലെ അവിടെയുള്ള 6 റൂം, ആ ഗ്രൗണ്ടിൻ്റെ അവിടെയുള്ള 3 റൂമും എല്ലാം സീൽ ചെയ്ത്, അതേമാതിരി ഫ്ലോറിങ്ങും ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഓഗസ്റ്റ് 15 മുമ്പ് ഇതെല്ലാം കഴിക്കേണ്ട ഒരു ഭയങ്കര ഉത്തരവാദിത്തമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിനെല്ലാറ്റിനും നിങ്ങൾ എല്ലാവരും എല്ലാ സഹകരണങ്ങളും തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിർദ്ദേശങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെക്കാം. അതേപോലെ ഇക്കൊല്ലത്തെ സബ് ജില്ലാ യുവജനോത്സവം നമ്മുടെ വിദ്യാലയത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അതിന് നിങ്ങളെല്ലാവരെയും ഞാൻ ഹാർദമായി ക്ഷണിക്കുകയാണ്. അപ്പോൾ തന്നെ അത് എല്ലാവരും പങ്കെടുക്കണം. ഇനിയും തുടർന്ന് എല്ലാ സഹകരണങ്ങളും വേണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തതായി 89-90 ബാച്ചിന്റെ സ്കൂളിലേക്കുള്ള മൊമെന്റോ നൽകലാണ്. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സ്കൂൾ ഹെഡ് മാസ്റ്റർ ഗോപിനാഥൻ മാഷെ ക്ഷണിക്കുന്നു.
കൊടുക്കുന്നതിന് വേണ്ടി സഞ്ജീവിനെ ക്ഷണിച്ചു കൊടുക്കും. എവിടെയെങ്കിലും ഒരു സ്ഥലം കണ്ടിട്ട് നമ്മുടെ സ്കൂളിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെക്കണമെന്ന് ആത്മാർത്ഥതയോട് കൂടിയിട്ട് അപേക്ഷിക്കുന്നു. താങ്ക് യു. താങ്ക് യു. എല്ലാവർക്കും വേണ്ടി താങ്ക് യു. താങ്ക് യു. അടുത്തത് പ്രകൃതിക്ക് വേണ്ടി നമ്മുടെ ബാച്ചിന്റെ വക ഒരു മരത്തൈ വിതരണമുണ്ട്. അതിന്റെ ഉദ്ഘാടന കർമ്മം ഓർമ്മ മരം വിതരണ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പത്മനാഭ മാഷെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അനിൽകുമാറിനെ ക്ഷണിക്കുന്നു. ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇത് പ്രാണവാ